എൻ്റെ അമ്മയെ ഇറക്കി കതവടച്ചപ്പോഴത്തേക്ക് ഞാൻ അകത്തോട്ട് ഓടി വന്ന് കരഞ്ഞ് കട്ടിലോട്ട് കിടക്കാനായിട്ട് ഓടി വന്നപ്പോഴാണ് ഞാൻ ഓർമ്മയായിട്ട് വീഴുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൂമിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അങ്ങ് ബാത്റൂമിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഓർമ്മയായിട്ട് അമ്മായിയമ്മ എന്നെ വന്നത് നോക്കി കേട്ടോ വാതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഓർമ്മയായിട്ട് വീണപ്പോഴത്തേക്ക് ഈ ഓടി വന്നിട്ട് പുള്ളിക്കാരൻ ബാത്റൂമിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ഓടി വന്നു കേട്ടോ. ഓടി വന്ന് പൊക്കി എടുത്ത് എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ കുറഞ്ഞു. അപ്പോൾ അയലത്തുള്ളൊരു ചേച്ചി നമ്മളെ ബെഡ്റൂമിൽ ജനൽ ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ അയലത്തുള്ള ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്തുവാ നീ അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ അമ്മായിയമ്മ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു രീതിയാണ് നമ്മുടെ അടുത്ത് അവർ അത്രയും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വിലയും തരാത്തടക്കാൻ സംസാരിക്കുന്നത്. നിന്റെ അമ്മ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ ആ ചെറുക്കൻ നിന്റെ അമ്മ അടിച്ചിറക്കിയത്. അതിന് നീ എന്തോ കിടന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നത് ആ പുള്ളിക്കാരി എന്നോട് പറയുന്നതാണ്. അപ്പോൾ വയറ്റിലൊരു കൊച്ചും കൂടെ ഉള്ള ആരും നീ മറക്കരുത്. ഓർമ്മയായിട്ട് വീഴുമ്പോഴത്തേക്ക് ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒരു മനസ്സിലാക്കാതാണ് നമ്മൾ ഈ ഭരിക്കാൻ വരുന്നത്. അയലത്താർ മൊത്തം വന്ന് എന്നെ ഭരിച്ചിട്ടു. അമ്മായിയമ്മയോ ചേട്ടനോ ആരും ഒന്നും മിണ്ടത്തില്ല. നമുക്ക് ഈ കരഞ്ഞോണ്ട് നിൽക്കാനേ പറ്റും. നമുക്ക് അവരുടെ മറുപടി പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ മറുപടി പറയും കേട്ടോ. അന്ന് നമുക്ക് മറുപടി പറയാനുള്ള ഒരു ബുദ്ധി അന്നില്ല. 10-20 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ ടെൻഷൻ കൊണ്ട് പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയി കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ